തൃശൂർ ചാവക്കാടുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൂരജ് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. പൊട്ടിത്തെറിച്ചത് നാടൻ ബോംബാണെന്ന് പറയുന്നു. ഷെഫീഖിന് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ആൾക്ക് ക്രിമിനൽ പശ്ചാത്തലം എന്ന് കൂടി സൂരജ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. സൂരജ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഇപ്പോൾ. സൂരജ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, ഈ പൊട്ടിത്തെറിച്ചത് നാടൻ ബോംബാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ പോലീസ് സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്ന വിവരം. കുപ്പിച്ചില്ലും അതുപോലെ തന്നെ ഈ കല്ലുകളും കരിങ്കൽ ചീളുകളും ഈ കരിമരുന്നും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നാടൻ ബോംബാണ് ഈ പൊട്ടിത്തെറിച്ചതെന്നുള്ളതാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മണ്ണൂത്തി സ്വദേശിയായിട്ടുള്ള ഷെഫീഖ് 2 വർഷമായി ഈ ഒരുമനയൂർ എന്ന് പറയുന്ന ചാവക്കാടിനടുത്ത് ഒരുമനയൂരിൽ ഷെഫീഖ് താമസിച്ചു വരികയായിരുന്നു. 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷെഫീഖ് എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. നേരത്തെയും ഈ സ്ഫോടക വസ്തു നിർമ്മാണവുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഷെഫീഖിനെതിരെ പരാതികളും കേസുകളും ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായുള്ള വിലയിരുത്തൽ. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ബോംബ് കൊണ്ടുപോകുന്നതിനിടയിലുള്ള പൊട്ടിത്തെറിയാണോ അതോ ബോധപൂർവം ആരെങ്കിലും ലക്ഷ്യം വെച്ച് ഈ ബോംബ് എറിഞ്ഞതാണോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ മൊഴി അത് ഷെഫീഖിനോട് പോലീസ് രേഖപ്പെടുത്തുന്നുമുണ്ട്. എന്തായാലും ഈ തൃശ്ശൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് ഈ മേഖലയിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് ഈ ചാവക്കാടിനടുത്ത് ഒരുമനയൂർ 6-ാം വാർഡിൽ ശാഖ റോഡിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. നാട്ടുകാർ ആ സമയത്ത് അവിടെ വന്നു നോക്കുന്ന സമയത്ത് ഈ കരിങ്കൽ ചീളുകളും ഈ ഗുണ്ടിന്റെ ചില ഭാഗങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വെള്ളത്തുണിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. പിന്നീട് ചാവക്കാട് പോലീസിന് വിവരം അറിയിക്കുകയും ചാവക്കാട് പോലീസ് തൃശൂർ ബോംബ് സ്ക്വാഡിന് വിവരം കൈമാറുകയും ചെയ്തു. ഈ ബോംബ് സ്ക്വാഡ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് നാടൻ ബോംബാണ് എന്ന വിവരം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടാവുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറുഭാഗത്ത് ചാവക്കാട് പോലീസ് ആകട്ടെ ഈ സ്ഫോടനം നടന്ന വ്യക്തിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തി. പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഈ പ്രതിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ദ്രുതഗതിയിൽ ആരംഭിച്ചത്. അങ്ങനെയാണ് ഈ ഷെഫീഖിനെ കുറിച്ച് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് ഈ പ്രദേശത്തു നിന്ന് തന്നെ ഷെഫീഖിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഷെഫീഖ് ഇപ്പോൾ ചാവക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നേരത്തെയും ഈ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ ഈ ബോംബ് നിർമ്മാണത്തിലടക്കം നേരത്തെയും ഷെഫീഖ് പ്രതിയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇത് ആരെങ്കിലും ലക്ഷ്യമാക്കി കൊണ്ടുപോയതാണോ, എന്തായിരുന്നു ഇതിന്റെ മോട്ടീവ് എന്നത് പോലീസ് ഇപ്പോൾ ഷെഫീഖിനോട് ചോദിച്ചറിയുകയും ചെയ്യുകയാണ്. മണ്ണൂത്തി സ്വദേശിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷെഫീഖ്. 2 വർഷത്തോളമായി മാത്രമാണ് ഈ ഒരുമനയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസമാക്കിയിട്ട് 2 വർഷം മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷെഫീഖ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. പൊട്ടിയത് ഈ ചാവക്കാട് പൊട്ടിത്തെറിച്ചത് നാടൻ ബോംബാണെന്ന് സ്ഥിരീകരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.